ലാമിൻ യമാൽ ഓർ കിലിയൻ എംബാപ്പെ? ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ലാലിഗ പ്രസിഡന്റിനോടാണ്. ലാമിൻ യമാലാണോ കിലിയൻ എംബാപ്പയാണോ ബെറ്റർ? സ്വാഭാവികമായിട്ട് ഒരു ഫുട്ബോൾ ഫാനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എന്താണ് ആൻസർ? ഭൂരിപക്ഷം കിലിയൻ എംബാപ്പെ ആയിരിക്കാം. ലാമിൻ യമാൽ ആ ലെവലിലേക്ക് എത്തുന്നേ ഉള്ളൂ. എത്തും എന്നാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ മത്സരമൊക്കെ കാണുമ്പോൾ, പ്രകടനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിനെക്കാട്ടിൽ മുകളിൽ പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ കിലിയൻ എംബാപ്പെ എന്നായിരിക്കാം ഭൂരിപക്ഷം ആളുകളുടെയും മറുപടി. ഈ ഒരു മറുപടി തന്നെയാണ് ലാലിഗ പ്രസിഡന്റും പറഞ്ഞത്. കിലിയൻ എംബാപ്പെ, യമാൽ ഓർ എംബാപ്പെ എന്ന ചോദ്യത്തിന് കിലിയൻ എംബാപ്പയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഇപ്പോൾ നിലവിലെ ഫുട്ബോളിലെ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന രണ്ട് താരമാണ് റയലിലെ എംബാപ്പയും ബാഴ്സയിലെ ലാമിൻ യമാലും. ആൾറെഡി യൂറോ കപ്പ് യമാൽ ഈ ഒരു ചെറിയ ഏജിൽ തന്നെ നേടിക്കഴിഞ്ഞു. 17ാമത്തെ ഏജിൽ. മറുപുറത്താണെന്നുണ്ടെങ്കിൽ കിലിയൻ എംബാപ്പയ്ക്ക് വേൾഡ് കപ്പ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എംബാപ്പെ ഒരുപടി മുന്നിലാണ്. എങ്കിലും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ ഇനി ബാക്കിയുണ്ട് രണ്ട് പേർക്കും അല്ലേ. അവർ തമ്മിലുള്ള കമ്പാരിസൺ ഒരിക്കലും വാസ്തവമല്ല, അതിന് കഴിയുകയില്ല. ഏതായാലും ലാലിഗ പ്രസിഡന്റിനോട് ചോദിച്ച ഈ ചോദ്യത്തിന് ഏതാണ് ബെറ്റർ മീൻസ് ലാമിൻ യമാൽ ഒരു കിലിയൻ എംബാപ്പെ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഈ മറുപടി പറഞ്ഞത്. കിലിയൻ എംബാപ്പയെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നാണ്. ഏതായാലും 28 ഗോളുകളുമായിട്ട് കിലിയൻ എംബാപ്പെ റയലിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഹാട്രിക് ഉണ്ട്. തുടക്കം ഒന്ന് റയലിലേക്ക് എത്തിയ മുതൽ ഒന്ന് പിഴച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ പഴയ ശൈലിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാമിൻ യമാലിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം ഒരു പക്ഷേ ഇറങ്ങാൻ സാധ്യതയില്ല, ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഏതായാലും രണ്ടു പേരും മികച്ച താരങ്ങളാണ്. നമുക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് ഭാവിയിൽ ഇവരുടെയൊക്കെ കരിയർ നമുക്ക് ഫുട്ബോൾ ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് അല്ലേ.